students, welcome to today's chemistry class, redox reaction part 4. Last part ആണ് redox reaction ന്റെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ electrochemical cell അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. redox reaction എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്ന റിയാക്ഷനാണ് redox reaction എന്ന് പറയുന്നത്. ഈ redox reactionനെ പറ്റിയുള്ള പഠനത്തെയാണ് electrochemistry എന്ന് പറയുന്നത്. Electrochemistry is the study of redox reaction that produce or require an electric current. അതാണ് electrochemistry. Electrochemistry എന്ന് പറയുന്നത് is the study of redox reaction. ഇവിടെ electrochemical cells. ഇവിടെ സെല്ലിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ the conversion between chemical energy and electrical energy is carried out in a electrochemical cell. The conversion between chemical energy and electrical energy is carried out in a electrochemical cell. Spontaneous redox reaction take place in voltaic cell. ആ voltaic cell നമ്മൾ galvanic cell എന്ന് പറയും. Batteries are voltaic cell. ബാറ്ററി നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഉപയോഗിക്കുന്ന ബാറ്ററീസ് നമുക്ക് ക്ലോക്കിലിടാൻ വേണം, വാച്ചിലിടാൻ വേണം, അങ്ങനെ പല പല ഉപയോഗങ്ങളാണ് ബാറ്ററിയുടെ. നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ക്യാൻ ബി മെയ്ഡ് ടു ഒക്കർ ഇൻ ആൻ ഇലക്ട്രോലിറ്റിക് സെൽ. നോൺ സ്പോണ്ടേനിയസും ഉണ്ട്, സ്പോണ്ടേനിയസും ഉണ്ട് റിഡോക്സ് റിയാക്ഷൻ. സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ വോൾട്ടായിക് സെല്ല്. വോൾട്ടായിക് സെല്ലിനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ എന്നറിയപ്പെടുന്നത്. സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ആണ് സ്പോണ്ടേനിയസ്. എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമില്ലാതെ നടക്കുന്നതാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. അതുപോലെ ബാറ്ററി വോൾട്ടായിക് സെല്ലാണ്. എന്നാൽ നോൺ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ആണ് ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് നടക്കുന്നത് ബൈ ദ അഡീഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷനെ പറ്റിയുള്ള പഠനമാണ് ഇലക്ട്രോകെമിസ്ട്രി. സെല്ലിനകത്ത് ഇപ്പം നമുക്ക് ആനോഡും കാഥോഡും ഉണ്ട്. ആ ആനോഡും കാഥോഡും ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നു. ആനോഡ് ഇലക്ട്രോഡ്, കാഥോഡ് ഇലക്ട്രോഡ് എന്ന പേരിലാണ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത്. ഗാൽവാനിക് സെൽ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതാണ് ഗാൽവാനിക് സെല്ല്. ദ എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ദ യൂസ് ഓഫ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഈസ് കോൾഡ് എ ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗാൽവാനിക് സെല്ല്. എന്താണ് ഗാൽവാനിക് സെല്ലാണ് നടക്കുന്നത്? ഇത് എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ആണ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി കറണ്ട് ഉണ്ടാക്കുന്നു. After the Italian scientist Galvani and Alessandro Volta, who constructed early versions of the device. Galvanic cellന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഗാൽവാനി ആൻഡ് അലക്സാൻഡ്രോ വോൾട്ട. അതാണ് വോൾട്ടായിക് സെൽ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. ഗാൽവാനിക് സെല്ലിനകത്ത് എന്താണ് നടക്കുന്നത്? ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ദ യൂസ് ഓഫ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇതാണ് ഗാൽവാനിക് സെല്ല്. റിഡോക്സ് റിയാക്ഷൻ ആണ് ഗാൽവാനിക് സെല്ലിനകത്ത് നടക്കുന്നത്. ഗാൽവാനിക് സെല്ലിനകത്ത് റിയാക്ഷൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. When a piece of zinc metal is placed in a copper sulfate solution, നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് സിങ്ക് റോഡ് മുക്കി വെച്ചപ്പോഴുള്ള റിയാക്ഷനൊക്കെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ്റെ തുടക്കത്തിൽ പഠിച്ചതാണ്. അവിടെ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നു. എന്ത് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സിങ്ക് ഈസ് ഓക്സിഡൈസ്ഡ് സിങ്ക് 2+ അയോൺസ്. ഇനി കോപ്പർ സൾഫൈഡിനകത്ത് Cu2+ അയോൺസ് ആർ റെഡ്യൂസ് ടു മെറ്റാലിക് കോപ്പർ. അതാണ് അവിടെ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും. സിങ്കിന് ഓക്സിഡേഷനും കോപ്പർ 2+ന് റിഡക്ഷൻ സംഭവിക്കുന്നു ഗാൽവാനിക് സെല്ലിനകത്ത്. The electrons are transferred directly from the reducing agent zinc to the oxidizing agent in solution. However, if we physically separate the oxidizing agent from the reducing agent, the transfer of electron can take place an external conducting medium. ഒരു മെറ്റൽ വയറിലൂടെയാണ് ഈ ട്രാൻസ്ഫറൻസ് നടക്കുന്നത്. ഗാൽവാനിക് സെല്ലിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് ബീക്കറിനകത്ത് ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് നിറച്ചിരിക്കുന്നു. ആ ഇത് എക്സ്റ്റേണൽ കണ്ടക്ടിങ് മീഡിയത്തിലൂടെയാണ് ഇലക്ട്രോൺ പാസ് ചെയ്യുന്നത്. ആസ് എ റിയാക്ഷൻ പ്രോഗ്രസ് ഇറ്റ് സെറ്റ്സ് അപ്പ് എ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹെൻസ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗാൽവാനിക് സെല്ലിനകത്ത് നടക്കുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക്കൽ വർക്ക് സച്ച് ആസ് ഡ്രൈവിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ മോട്ടോർ. ഇതിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെല്ലിനകത്ത് സിങ്ക് ബാർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ ബാർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അതായത് രണ്ട് ഹാഫ് സെല്ലായിട്ട് ഇവിടെ
ക്രമീകരിച്ചിരിക്കുകയാണ്. ഗാൽവാനിക് സെല്ലിനകത്തെ സിങ്ക് സൾഫൈഡ് സൊല്യൂഷനകത്തും കോപ്പർ എന്ന് പറയുന്ന റോഡ് കോപ്പർ സൾഫൈഡ് സൊല്യൂഷനും 2 ബീക്കർ പോലെ വെച്ചിരിക്കുകയാണ്. The cell operates on the principle that the oxidation of zinc to zinc 2 plus and the reduction of copper 2 plus to copper can be made to take place simultaneously in separate location, with the transfer of electrons between them occurring through an external wire. അതായത് സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ ഒരു എക്സ്റ്റേണൽ വയറിലൂടെ കോപ്പറിന്റെ ബീക്കറിലേക്ക് പോകുന്നു. ദിസ് പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോഡ്സ് ആൻഡ് സൊല്യൂഷൻസ് ഈസ് കോൾഡ് ദ ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ എന്ന് പറയുന്നു. ഡാനിയൽ സെല്ലിനകത്ത് എന്താണ് ആരൊക്കെയുള്ളത്? സിങ്ക് സൾഫൈഡ് സൊല്യൂഷനകത്ത് മുക്കി വെച്ചിരിക്കുന്നു. കോപ്പർ റോഡ് കോപ്പർ സൾഫൈഡ് സൊല്യൂഷനകത്ത് മുക്കി വെച്ചിരിക്കുന്നു. ആ ഒരു ഡിവൈസിനെയാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഡാനിയൽ സെൽ. By definition, the anode in a galvanic cell is the electrode at which oxidation occurs and the cathode is the electrode at which reduction occurs. അന്നേരം സിങ്കാണ് ആനോഡായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ആ സിങ്കിനകത്താണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. കാഥോഡായിട്ട് കോപ്പറിന്റെ റോഡ് അവിടെയാണ് അതാണ് കാഥോഡായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ആനോഡ് സിങ്ക്, കാഥോഡ് കോപ്പർ. ഈ കാണുന്നതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ രൂപരേഖ. സിങ്ക് സൾഫൈഡ് സൊല്യൂഷൻ ഇതൊരു ഹാഫ് സെല്ലാണ്. അടുത്ത കോപ്പർ എന്ന് പറയുന്നത് കോപ്പർ സൾഫൈഡ് സൊല്യൂഷനകത്ത് മുക്കി വെച്ചിരിക്കുന്നു. അത് അടുത്ത ഹാഫ് സെല്ലാണ്. ആനോഡ് സിങ്ക് ആണ്. ആ സിങ്കിൽ ഓക്സിഡേഷൻ നടന്ന് ഇലക്ട്രോൺ ഇങ്ങനെ എക്സ്റ്റേണൽ വയറിലൂടെ കാഥോഡിൽ അവിടെ എത്തുന്നു. ആനോഡ് സിങ്ക് 2 പ്ലസ് 2 ഇലക്ട്രോൺ പുറപ്പെടുവിക്കുന്നതുകൊണ്ടാണ് ഓക്സിഡേഷൻ ആണ് ആനോഡിൽ നടക്കുന്നത്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഈ വരുന്ന ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ പ്ലസ് Cu 2 പ്ലസ് ഗീവ്സ് കോപ്പർ സോളിഡ് ആയിട്ട് കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു. ഓക്കെ, ഇതാണ് ഡാനിയൽ സെൽ. ഗാൽവാനിക് സെല്ലിന്റെ വേർഷൻ ആണ് ഡാനിയൽ സെൽ. ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നത് കെമിക്കൽ റിയാക്ഷനിലൂടെ. കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻസ്. ഡാനിയൽ സെല്ലിനകത്ത് ആനോഡ് അതായത് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് സിങ്ക് സോളിഡ് സിങ്ക് 2 പ്ലസ് 2 ഇലക്ട്രോൺ. സിങ്ക് ഇസ് ഓക്സിഡൈസ്ഡ് സിങ്ക് 2 പ്ലസ് അറ്റ് ആനോഡ്. ഓക്കെ, ഇനി കാഥോഡിൽ എന്താ നടക്കുന്നത്? കോപ്പർ 2 പ്ലസ് ഈസ് റെഡ്യൂസ് ടു കോപ്പർ അറ്റ് കാഥോഡ്. ഈ വരുന്ന 2 ഇലക്ട്രോണ് കോപ്പർ 2 പ്ലസ് സ്വീകരിച്ച് കോപ്പർ സോളിഡ് ആയിട്ട് വന്ന് അടിയുന്നു. ഇതിന്റെ ടോട്ടൽ നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡക്ഷനും ഓക്സിഡേഷൻ സംഭവിക്കുന്ന റിയാക്ഷൻ ആണ് ഇവിടെ. സിങ്ക് പ്ലസ് Cu 2 പ്ലസ് ഗീവ് സിങ്ക് 2 പ്ലസ് Cu. അതായത് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, Cu 2 പ്ലസിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇത് റിഡോക്സ് റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. റിഡോക്സ് റിയാക്ഷൻ ആണ് നമ്മുടെ ഡാനിയൽ സെല്ലിനകത്ത് നടക്കുന്നത്. ഓക്കെ, അടുത്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോകെമിക്കൽ സെല്ല്. ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് E0 സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. കാഥോഡും ആനോഡുമാണ് 2 ഇലക്ട്രോഡ്സ്. അന്നേരം ആ 2 ഇലക്ട്രോഡ്സിന്റെ നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് വെച്ച് നമുക്ക് അതിന്റെ ടോട്ടൽ EMF കണ്ടുപിടിക്കാൻ സാധിക്കും. ബൈ കൺവെൻഷൻ ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെൽ E0 സെൽ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് എ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ആനോഡ് ആൻഡ് എ കോൺട്രിബ്യൂഷൻ ഫ്രം ദ കാഥോഡ്. അതാണ് EMF ഓഫ് സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. എന്താണ് E0 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് E0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ചാണ്. ഇനി E0 വെക്കുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. വേർ ബോത്ത് E0 കാഥോഡ് ആൻഡ് E0 ആനോഡ് ആർ ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇലക്ട്രോഡ്സ്. ഒരു സെല്ലിനകത്ത് E0 സെൽ കണ്ടുപിടിക്കാൻ വേണ്ടി EMF കണ്ടുപിടിക്കാൻ വേണ്ടി E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനകത്ത് നമുക്ക് കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.34 വോൾട്ടും ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.76 വോൾട്ടും തന്നിരിക്കുന്നെങ്കിൽ അതിന്റെ EMF കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നമുക്ക് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.10 വോൾട്ട്. ഇത് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് EMF കണ്ടുപിടിക്കാൻ വേണ്ടി. അടുത്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള ദ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഹാസ് 2 ഫങ്ഷൻസ്. SHE എന്ന് പറയുന്ന ആ ഡിവൈസിനകത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്. അതിന് 2 ഫംഗ്ഷനുകൾ. ഒന്ന് ഫസ്റ്റ്
It provides a surface on which the dissociation of hydrogen molecule can take place. അതായത് SHE-ക്കകത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്. ആ പ്ലാറ്റിനം ഇലക്ട്രോഡ് പ്രൊവൈഡ്സ് എ സർഫസ് ഓൺ വിച്ച് ഡിസോസിയേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. പ്ലാറ്റിനം ഇലക്ട്രോണിനകത്താണ് ഡിസോസിയേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ നടക്കുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്ലാറ്റിനം ഇലക്ട്രോണിൻ്റെ ഇറ്റ് സെർവ്സ് ആസ് ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആവുന്നു ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. പിന്നെ പ്ലാറ്റിനം ഇലക്ട്രോണിൻ്റെ രണ്ട് ഫംഗ്ഷനാണ് SHE-ക്കകത്ത്. ഒന്ന്, അതിൻ്റെ സർഫസിൽ ഡിസോസിയേഷൻ ഓഫ് ഹൈഡ്രജൻ നടക്കുന്നു. രണ്ട്, it serves as an electrical conductor to the external circuit. Under standard state conditions, എന്താണ് standard state condition? When the pressure of hydrogen is 1 atmosphere and the concentration of the HCl is 1 molar. 1 molarity 1 atmospheric pressure ഉള്ള കണ്ടീഷനാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ. The potential for the reduction of hydrogen at 25 degrees Celsius is taken to be exactly 0. 25 degree Celsius അതിനകത്തുള്ള ആ ഒരു ടെമ്പറേച്ചറിനകത്തുള്ള പൊട്ടൻഷ്യൽ നമ്മൾ പറയുകയാണ് സീറോ പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കാം. സീറോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഫോർ ഹൈഡ്രജൻ ഇലക്ട്രോഡ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അന്നേരം അവിടെ എന്താണ് അതിൻ്റെ പ്രഷർ 1 atmosphere ആൻഡ് കോൺസെൻട്രേഷൻ 1 molar ആണ്. 1 atmosphere പ്രഷർ, കോൺസെൻട്രേഷൻ 1 molar, ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹൈഡ്രജൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഇവിടെ നമുക്കിവിടെ മനസ്സിലാക്കുന്നത് അവിടെ 0 volt ആണ് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 volt. എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ്റെ എപ്പോഴാണോ ഹൈഡ്രജൻ്റെ പ്രഷർ 1 atmosphere അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് HCl സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 molar അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസും അതാണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 volt ആയിരിക്കും. Where E0 is the standard reduction potential or the voltage associated with the reduction reaction at an electrode when all solutes are 1 molar and all gases are at 1 atmosphere. Okay. The standard reduction potential of the hydrogen electrode is defined as 0. The hydrogen electrode is called the standard hydrogen electrode. Standard hydrogen electrode short form ആണ് SHE. Okay. S stands for standard, H hydrogen, E for electrode. Standard hydrogen electrode. നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് കാണാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനകത്ത് നമുക്ക് പ്ലാറ്റിനം ഇലക്ട്രോഡ്, അതുപോലെ തന്നെ നമുക്ക് എക്സസ് ഹൈഡ്രജൻ ഗോസ് ഔട്ട്, ഇത് പുറത്തേക്ക് പോകുന്നു. ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങോട്ട് വരുന്നു SHE-ക്കകത്ത്. ഇത് ഒരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് അസിഡിക് സൊല്യൂഷനാണ്. അതുകൊണ്ട് സൊല്യൂഷൻ കണ്ടെയ്നിങ് H+ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനകത്തുള്ള കമ്പോണൻസ് ആണ് നമ്മൾ കാണുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനകത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്. പ്ലാറ്റിനം ഇലക്ട്രോഡ് അതുപോലെ തന്നെ അവിടെ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ നടക്കുന്നുണ്ട്. H2 ഗ്യാസ് H+ ഗ്യാസായി മാറുന്നു. അതാണ് ഓക്സിഡേഷൻ. H+ ഗ്യാസ് H2 ഗ്യാസായി മാറുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത് പ്ലാറ്റിനം ഇലക്ട്രോണിനകത്ത്. ഇവിടെ സൊല്യൂഷൻ കണ്ടെയ്നിങ് H+ ഉള്ള ആസിഡിക് സൊല്യൂഷനാണ് പ്ലാറ്റിനം ഫോയിൽ. ഇതാണ് നമ്മുടെ SHE-യുടെ രൂപരേഖ. ഹൈഡ്രജൻ ഗ്യാസ് ഇതിലൂടെ കടന്നു പോകുന്നു. എക്സസ് ഹൈഡ്രജൻ ഗ്യാസ്, ഹൈഡ്രജൻ ഗോസ് ഔട്ട്. Use of standard hydrogen electrode, SHE-യുടെ uses. When all the reactants are in their standard state. എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്? ഹൈഡ്രജൻ ആണെങ്കിൽ at 1 atmosphere and H1 and Z+2 ions at 1 molar. അതിൻ്റെ കോൺസെൻട്രേഷൻ 1 molarity, അതുപോലെ തന്നെ അതിൻ്റെ പ്രഷർ 1 atmosphere. അങ്ങനെയുള്ളപ്പോൾ the EMF of the cell is 0.76 volt at 25 degrees Celsius. We can write the half cell reaction എന്ന് പറയുന്നത് ആനോഡിനകത്ത് ആനോഡായ സിങ്കിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. എന്തുപയോഗിച്ച്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച്. റെഫറൻസ് ഇലക്ട്രോഡ് എന്നാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ പറയുന്നത്. അന്നേരം ആനോഡ് ആയിട്ട് സിങ്കിനെ തിരഞ്ഞെടുക്കുക. സിങ്ക് ഓക്സിഡേഷന് വിധേയമാകുന്നു. സിങ്ക് 2++2 ഇലക്ട്രോഡ്. അതിൻ്റെ വോൾട്ട് അറിയത്തില്ല, നമുക്കറിയത്തില്ല റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടക്കുകയാണ്. 2 ഹൈഡ്രജൻ ഇലക്ട്രോണെ സ്വീകരിച്ച് H2 ആയി മാറി. എന്നിട്ട് അവിടെ E0 എന്ന് പറയുന്നത് എന്താണ്? അതിന് 0 volt റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 volt ആണ്. നമുക്ക് അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എഴുതാം. സിങ്ക് പ്ലസ് H ഗീവ് സിങ്ക് 2++H2. E0 സെൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് നമ്മുടെ ആനോഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. E0 സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് സെൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 കാഥോഡ് ഏതാണ്? ഹൈഡ്രജൻ SHE ആണ്, മൈനസ്
E0 ഓഫ് ആനോഡ് നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ് EMF ഓഫ് ദ സെല്ല് 0.76 കിട്ടിയിരിക്കുന്നത്. EMF ഓഫ് ദ സെൽ 0.76 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വോൾട്ട് മൈനസ് സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. Therefore, reduction potential of zinc that is equal to 0.76 volt. Okay. Then നമുക്ക് SHE എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച് നമുക്ക് ആനോഡിൻ്റെ ഏത് എലിമെൻറ്റിൻ്റെയും മെറ്റലിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് വരുവാണെങ്കിൽ അതിന് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ആനോഡായിട്ട് എടുക്കുന്നത്. സിങ്ക് എന്ന് പറയുന്നത് ഹൈഡ്രജനേക്കാളും മോർ ആക്റ്റീവ് മെറ്റലാണ്, അതുകൊണ്ടാണ് അതിനെ ആനോഡായിട്ട് എടുത്തിരിക്കുന്നത്. ആനോഡായിട്ടുള്ള സിങ്ക് 2+ഉം 2 ഇലക്ട്രോണും തന്നു. അതിൻ്റെ നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറിയാൻ മേല, അതുകൊണ്ട് 0 എന്ന് കൊടുത്തു. എന്നിട്ട് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റ്മോസ്ഫിയർ 1 അറ്റ്മോസ്ഫിയറും അതിൻ്റെ മൊളാരിറ്റിയൊക്കെ 1 മോളാറും അതുപോലെ തന്നെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസുമാണ് എടുത്തിരിക്കുന്നത്. കാഥോഡായിട്ട് നടക്കുന്നത് ഹൈഡ്രജൻ ഇലക്ട്രോണിനെയാണ് കാഥോഡായിട്ട് എടുക്കുന്നത്. ഹൈഡ്രജൻ ഇലക്ട്രോഡ് നടക്കുന്നത് ഹൈഡ്രജൻ ഇലക്ട്രോണെ സ്വീകരിച്ച് H2 ആയിട്ട് മാറുന്നു. H2 ഗ്യാസ്. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആണെന്നറിയാം. നമുക്കറിയാം EMF ഓഫ് സെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. EMF ഓഫ് ദ സെല്ല് നമുക്കിവിടെ തന്നിട്ടുണ്ട് 0.76 ആണ്. 0.76 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കാഥോഡിൻ്റെ 0 ആണ് മൈനസ് ആനോഡ് അറിയാൻ മേല. എന്നിട്ട് നമുക്കത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആനോഡിൻ്റെ അതായത് സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടുന്നു. ഓക്കെ. എന്നിട്ട് നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച് ഏത് മെറ്റൽസിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ആണെങ്കിലോ, കോപ്പറിനാണ് നമുക്കറിയാം ഹൈഡ്രജൻ ഇലക്ട്രോഡും കാഥോഡും ഹൈഡ്രജൻ മെറ്റലും കോപ്പറും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജനാണ് കോപ്പറിനേക്കാളും ഇതിലെ ആക്ടിവിറ്റി കൂടുതലുള്ളത്. അതുകൊണ്ട് ഹൈഡ്രജനാണ് ആനോഡായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ 2 പേരെ റിഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരുമ്പോൾ ഹൈഡ്രജൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ആ ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആണ്. ചിലപ്പോൾ അത് ഹൈഡ്രജനേക്കാളും ആക്ടിവിറ്റി കൂടുതലുള്ളതായിരിക്കും. ആക്ടിവിറ്റി കൂടുതലുള്ളതാണ് സിങ്കിനെ നമ്മൾ എന്താക്കി മാറ്റി? സിങ്കിനെ ആനോഡാക്കി മാറ്റി. എന്നാൽ ഇവിടെ വന്ന കോപ്പർ എന്ന് പറയുന്നത് ഹൈഡ്രജനേക്കാളും ആക്ടിവിറ്റി കുറവായതുകൊണ്ട് ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഹൈഡ്രജനാണ്, കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന കോപ്പറാണ്. എന്താണ് ആനോഡിനകത്ത് നടക്കുന്ന ഓക്സിഡേഷൻ നടക്കുന്നു? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2H+ ഇലക്ട്രോണെ തരുന്നു. അതിൻ്റെ വോൾട്ട് 0 വോൾട്ടാണ് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി കാഥോഡിനകത്ത് എന്താ നടക്കുന്നത്? റിഡക്ഷനാണ് നടക്കുന്നത്. Cu2+ 2 ഇലക്ട്രോണെ സ്വീകരിച്ച്, അതായത് നമ്മുടെ ഹൈഡ്രജൻ SHE തരുന്ന ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കുന്നു? കോപ്പർ 2+ സ്വീകരിച്ച് കോപ്പറായി മാറുന്നു. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാൻ മേല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് അതിന് E0 അല്ലെങ്കിൽ EMF ഓഫ് സെൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്നുള്ള ഇത് കൊടുത്തിട്ട് നമുക്കത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പം നമ്മൾ ഈ റിയാക്ഷൻ കോപ്പർ കാഥോഡായിട്ട് എടുക്കുന്ന റിയാക്ഷനാണ് കോപ്പർ +2 H2 ദാറ്റ് ഈസ് ഗീവ്സ് കോപ്പർ +2H+. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ച് കോപ്പറിൻ്റെ റിയാക്ഷൻ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണ്. അന്നേരം Cu2+ 1 അറ്റ്മോസ്ഫിയർ, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനകത്ത് 1 അറ്റ്മോസ്ഫിയർ ആണ്. ഹൈഡ്രജനും 1 അറ്റ്മോസ്ഫിയർ ആണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ 2H+ എന്ന് പറയുന്നത് 1 മോളാർ, അതിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആനോഡ് അതിനകത്ത് നടക്കുന്ന ഓക്സിഡേഷൻ, കാഥോഡിനകത്ത് നടക്കുന്ന റിഡക്ഷൻ. ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് Cu+2 H2 ഗീവ്സ് Cu+2H+. ഇതെല്ലാം മോളാരിറ്റി 1 മോളാർ. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനകത്ത് പ്രഷർ 1 അറ്റ്മോസ്ഫിയർ, ഹൈഡ്രജൻ 1 അറ്റ്മോസ്ഫിയർ ആണ്. ഇനി ഇവിടെ EMF ഓഫ് ദ സെല്ല് 0.34 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും E0 സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. EMF ഓഫ് സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കാഥോഡ് ഏതാണ്? കാഥോഡാണ് കോപ്പറിൻ്റെ കാഥോഡ് മൈനസ് ആനോഡ്. കാഥോഡ് മൈനസ് ആനോഡ് ആകുമ്പോൾ കാഥോഡ് നമുക്ക് റീഅറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ആ റീഅറേഞ്ച് ചെയ്തിരിക്കുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് 0.34 വോൾട്ട്. ഓക്കെ. നമ്മൾ കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനകത്ത് 0.34 വോൾട്ടാണ്. കമ്പയർ ചെയ്യുമ്പോൾ ആരുമായിട്ട്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇൻ ദിസ് കേസ് ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഈസ് 0.34 വോൾട്ട്. ഓക്കെ. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് 25 ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ വെച്ച് നമുക്ക് ഇവിടെ പറയാം ഹൈഡ്രജൻ്റെ 0 ആണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതാണ് റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് എടുത്തത്. റെഫറൻസ് ഇലക്ട്രോണാണ് 0 ഉള്ള
ഹൈഡ്രജൻ്റെ ഇലക്ട്രോഡ്. ഇനി താഴോട്ട് വരുന്തോറും സീറോയുടെ താഴോട്ട് വരുന്തോറും പ്ലസ് ചാർജ് കൂടി വരുന്നു അല്ലേ. ഇതിന് അർത്ഥം ഏതാണ്? ഈ താഴോട്ട് വരുന്നതെല്ലാം ഹൈഡ്രജനെ അപേക്ഷിച്ച് ആക്ടിവിറ്റി കുറഞ്ഞതാണ്. ഇനി ഹൈഡ്രജൻ്റെ മുകളിലോട്ട് എങ്ങനെയാണ്? മൈനസ് ആണ്. മൈനസ് ആണ് അതിന് മൈനസ് വാല്യൂ മുകളിലോട്ട് പോകുന്തോറും നെഗറ്റീവ് വാല്യൂ കൂടി വരുന്നു. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ മുകളിലോട്ട് വരുന്ന എല്ലാം ഹൈഡ്രജനെ അപേക്ഷിച്ച് ഹൈലി റിയാക്റ്റീവാണ്. അതുകൊണ്ടാണ് നമ്മൾ സിങ്കും ഹൈഡ്രജനും കൂടെ തിരഞ്ഞെടുത്തപ്പോൾ സിങ്കിനെ നമ്മൾ ആനോഡായിട്ട് എടുത്തത്. ഇനി ഹൈഡ്രജനും കോപ്പറും കൂടെ എടുത്തപ്പോൾ നമ്മൾ ആരെയാണ് ആനോഡായിട്ട് എടുത്തത്? ഹൈഡ്രജനെ. എന്നിട്ട് ഇതിൽ നമുക്കൊരു കൺക്ലൂഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഏത് മെറ്റൽ അല്ലെങ്കിൽ ഇലമെൻറ്റ് അതിൻ്റെ മുകളിലുള്ള ഇലമെൻറ്റിന് മുകളിൽ കിടക്കുന്ന ഇലമെൻറ്റ്സ് ആണ് എപ്പോഴും ആക്ടിവിറ്റി കൂടുതലുള്ളത്. ആക്ടിവിറ്റി കൂടുതലുള്ള ഇലമെൻറ്റ്സിനെയാണ് ആനോഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ആനോഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും മഗ്നീഷ്യം വിൽ റിയാക്ട് വിത്ത് Cu2+ ടു ഫോം മഗ്നീഷ്യം 2+ ആൻഡ് കോപ്പർ മെറ്റൽ. ഇവിടെ കോപ്പർ സൾഫേറ്റിൻ്റെ കളറാണ് നീല. മഗ്നീഷ്യം മെറ്റൽ ഇവിടെ ഇത് ചെയ്തു വെച്ചു. ഈ മഗ്നീഷ്യവും കോപ്പറും കൂടെ കൂടി ചേർന്ന് എന്ത് സംഭവിക്കുന്നു? മഗ്നീഷ്യം വിൽ റിയാക്ട് വിത്ത് Cu2+ ടു ഫോം Mg2+ ആൻഡ് Cu മെറ്റൽ. കോപ്പർ ഈ സൊല്യൂഷനിൽ നിന്ന് Cu2+ അങ്ങ് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് ഇത് കിട്ടുകയാണ്. അന്നേരം ഈ സൊല്യൂഷനകത്ത് കളർ അങ്ങ് മാറുന്നു, നീല കളർ മാറുന്നു. മഗ്നീഷ്യം ഈസ് എബവ് ഇൻ കോപ്പർ ഓൺ ദ ആക്ടിവിറ്റി സീരീസ് ബട്ട് കോപ്പർ വിൽ നോട്ട് റിയാക്ട് വിത്ത് മഗ്നീഷ്യം 2+. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മഗ്നീഷ്യവും കോപ്പറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിനേക്കാൾ ആക്ടിവിറ്റി കൂടുതലാണ് മഗ്നീഷ്യം. അതുകൊണ്ട് മഗ്നീഷ്യം വിൽ റിയാക്ട് വിത്ത് Cu2+ ടു ഫോം മഗ്നീഷ്യം 2+ ആൻഡ് കോപ്പർ മെറ്റൽ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ നീല കളർ മാറിയിട്ട് കോപ്പർ ഇവിടെ എന്ത് ചെയ്യുന്നു? മഗ്നീഷ്യത്തിൻ്റെ ഇവിടെ വന്ന് അടിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ കോപ്പർ വിൽ നോട്ട് റിയാക്ട് വിത്ത് മഗ്നീഷ്യം. കോപ്പർ മെറ്റലിൽ മഗ്നീഷ്യത്തിനകത്താണെങ്കിൽ നമുക്ക് ആ റിയാക്ഷൻ കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആക്ടിവിറ്റിയുടെ വ്യത്യാസം കാരണമാണ്. കോപ്പർ വിൽ നോട്ട് റിയാക്ട് വിത്ത് Mg2+. മഗ്നീഷ്യം സോൾട്ടാണ്, സൊല്യൂഷനാണ്. ഇവിടെ മഗ്നീഷ്യം സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കവിടെ വ്യത്യാസങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പർ 2+ സൊല്യൂഷൻ ആകുമ്പോൾ ആ സൊല്യൂഷൻ്റെ കളർ മാറുന്നു. കാരണം ഇവിടെ കോപ്പർ എന്ന് പറയുന്നത് എന്താകുന്നു? അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. കോപ്പർ ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പറായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക. നമ്മളിവിടെ പഠിക്കുകയാണ് ഈ ആക്ടിവിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ടിവിറ്റി സീരീസിനകത്ത് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എലിമെൻറ്റ്സ് എല്ലാം കൂടുതൽ ആക്റ്റീവായിരിക്കും. ആ ആക്റ്റീവായിട്ടിരിക്കുന്ന ആളാണ് ഓക്സിഡേഷൻ നടത്തുന്നത്. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്? ഇപ്പം മഗ്നീഷ്യം എന്ന് പറയുന്നത് കോപ്പറും മഗ്നീഷ്യവും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മഗ്നീഷ്യം ആയിരിക്കും ഓക്സിഡേഷൻ നടത്തുന്നത്. മഗ്നീഷ്യം എന്താകുന്നു? മഗ്നീഷ്യം Mg2++ 2 ഇലക്ട്രോണെ തരുന്നു. കോപ്പർ എന്ത് ചെയ്യുന്നു? കോപ്പർ 2+ ആ ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പറായിട്ട് അടിയുന്നു. എന്നാൽ ഇവിടെ കാഥോഡായിട്ട് കോപ്പറും ആനോഡായിട്ട് മഗ്നീഷ്യവുമാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസ്. ആക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസിനകത്ത് ലിസ്റ്റിംഗ് ഓഫ് മെറ്റൽസ് ബൈ റിയാക്ടിവിറ്റി, അതാണ് ആക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽസ്. ആക്ടിവിറ്റി അനുസരിച്ച് മെറ്റൽസിനെ ക്രമീകരിക്കുന്ന ആ സീരീസിന് പറയുന്ന പേരാണ് ആക്ടിവിറ്റി സീരീസ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റി സീരീസ് ആണുള്ളത്. ഫ്രീ മെറ്റൽ ഹയർ ഓൺ ദ ലിസ്റ്റ് ഡിസ്പ്ലേസ് മെറ്റൽ കാറ്റയോൺ ലോവർ ഓൺ ദ ലിസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ട പോലെ മുകളിലുള്ള മെറ്റൽസ് താഴെയുള്ളതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. Metals above hydrogen will dissolve in acid. Metals above hydrogen will dissolve in acid. For example, hydrogen. ഹൈഡ്രജൻ്റെ മുകളിലുള്ള മെറ്റൽസ് ആണ് ഇത്. അന്നേരം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹൈഡ്രജൻ്റെ മുകളിലുള്ള ആരൊക്കെയാണ്? സിങ്ക്. ഇപ്പോൾ സിങ്ക് Fe2+ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്കാണ്. Fe എവിടെയാണ്? Fe വരുന്നത് അയണിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അയണിനോട് സിങ്ക് റിയാക്ട് ചെയ്യുന്നു. അതായത് സിങ്കാണ് ഓക്സിഡേഷൻ, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു, ഓക്സിഡേഷൻ സംഭവിക്കുന്നു, അയണിന് റിഡക്ഷൻ സംഭവിക്കുന്നു. അതുപോലെ കോപ്പറും Fe2+ഉം നോ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. കോപ്പറും Fe2+ഉം സിങ്കും H+ഉം കൂടെ കൂടുമ്പോൾ H2+, സിങ്ക് 2+, അതായത് സിങ്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അയൺ ഈസ് ബിലോ സിങ്ക്, സോ സിങ്ക് മെറ്റൽ വിൽ ഡിസ്പ്ലേസ് Fe2+. അയണിൻ്റെ സിങ്കിൻ്റെ താഴെയാണ് അയൺ, അതാണ് ഈ അയൺ കിടക്കുന്നത്. അതുകൊണ്ടാണ് അയൺ ഈസ് ബിലോ സിങ്ക്, സോ സിങ്ക് മെറ്റൽ വിൽ ഡിസ്പ്ലേസ് Fe2+.
നമുക്കിനി സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സ്ട്രെങ്ത് ഇതിൻ്റെ നേട്ടങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറിഞ്ഞാലുള്ള ഇതിൻ്റെ നേട്ടങ്ങൾ. ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സ്ട്രെങ്ത് അറിയാം. കാൽക്കുലേറ്റിംഗ് ദ EMF ഓഫ് ദ സെൽ അറിയാം. ഫീസിബിലിറ്റി ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ, അതായത് എങ്ങനെയാണ് അതിൻ്റെ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത്. പ്രിഡിക്റ്റിംഗ് ദ ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം ആസിഡ്സ് ബൈ മെറ്റൽസ് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലും കുറവും ഒക്കെ വെച്ച് നമുക്ക് അതിൻ്റെ റിയാക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ പറയുന്ന 5 കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നേട്ടങ്ങളാണ് അതിൻ്റെ. നമുക്കിത് അതറിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിനി ഇവിടെ നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത്, ഡാനിയൽ സെല്ലിനകത്ത് ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആ സോൾട്ട് ബ്രിഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട്. ആൻ ഇൻവേർട്ടഡ് U-tube ആണ് ഫിൽഡ് വിത്ത് എ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഓഫ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ലൈക്ക് അമോണിയം നൈട്രേറ്റ് KCl. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കാം സോൾട്ട് ബ്രിഡ്ജ് എന്നാൽ എന്തെന്നുള്ളത്. അന്നേരം നമ്മുടെ ഓർത്തിരിക്കാൻ ഡാനിയൽ സെല്ലിനകത്ത് കാണപ്പെടുന്ന ഇൻവേർട്ടഡ് U-tubeനെയാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ പഠിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ആ സെല്ലിനകത്ത് U-tube ഇൻവേർട്ടഡ് U-tube ആണ്. ആൻ ഇൻവേർട്ടഡ് U-tube, നമുക്ക് യൂട്യൂബ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം കാണുന്നു യൂട്യൂബിൽ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടഡ് U-tube ആണ് ഫിൽഡ് വിത്ത് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഓഫ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ലൈക്ക് അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ്. അതുപോലെ തന്നെ ഇറ്റ് കണക്ട് ദ സൊല്യൂഷൻ ഓഫ് 2 ഹാഫ് സെല്ല്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ അക്യുമുലേഷൻ ഓഫ് ചാർജസ് ഇൻ ആനോഡിക് ആസ് വെൽ ആസ് കാഥോഡിക് ഹാഫ് സെല്ല്. അതുകൊണ്ട് ചാർജസ് ആനോഡിലും കാഥോഡിലും ഒക്കെ ഉള്ള ചാർജസ് അക്യുമുലേഷനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് സോൾട്ട് ബ്രിഡ്ജിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സോൾട്ട് ബ്രിഡ്ജ് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇറ്റ് പ്രിവെൻറ്റ് ദ അക്യുമുലേഷൻ ഓഫ് ചാർജസ് ഇൻ ആനോഡിക് ആസ് വെൽ ആസ് കാഥോഡിക് ഹാഫ് സെല്ല്. 2 ഹാഫ് സെല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോൾട്ട് ബ്രിഡ്ജ്. ആ സോൾട്ട് ബ്രിഡ്ജിനകത്ത് ഇൻവേർട്ടഡ് U-tube ഫിൽഡ് വിത്ത് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഓഫ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്. ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് അമോണിയം നൈട്രേറ്റും പൊട്ടാസ്യം ക്ലോറൈഡും. പിന്നെ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വേണം ഇൻവേർട്ടഡ് U-tube ഫിൽഡ് വിത്ത് അമോണിയം നൈട്രേറ്റ് KCl. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ അക്യുമുലേഷൻ ഓഫ് ചാർജ് ഇൻ ആനോഡിക് ആസ് വെൽ ആസ് കാഥോഡിക് ഹാഫ് സെല്ല്. അതുപോലെ തന്നെ ഇറ്റ് കണക്ട് ദ സൊല്യൂഷൻ ഓഫ് 2 ഹാഫ് സെൽസ്. ഓക്കെ, ഈ റിഡോക്സ് റിയാക്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ റിഡോക്സ് റിയാക്ഷൻസ് ആസ് ദ ബേസിസ് ഫോർ ടൈട്രേഷൻ ആണ്. ടൈട്രേഷൻ്റെ ടൈട്രേഷൻ നടക്കുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിലൊക്കെ വോളിമെട്രിക് അനാലിസിസ് ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ റിഡോക്സ് റിയാക്ഷൻ പൊട്ടാസ്യം പെർമാനേറ്റ് ഒക്കെ വെച്ച് നടത്തുന്നുണ്ട്. അത് റിഡോക്സ് റിയാക്ഷൻ ആസ് ദ ബേസിസ് ഫോർ ടൈട്രേഷൻ ആണ്. ഇൻ വൺ സിറ്റുവേഷൻ ദ റിയാജന്റ് ഇറ്റ്സെൽഫ് ഈസ് ഇന്റൻസിവ്ലി കളർഡ്. ഹിയർ ഇൻ ദിസ് കേസ് ദ പൊട്ടാസ്യം പെർമാനേറ്റ് വെച്ചാണെങ്കിൽ പെർമാനേറ്റ് എന്ന് പറയുന്നത് കളറാണ്. നമ്മൾ ഈ കാണുന്ന ഈ ലെറ്റേഴ്സിൻ്റെ കളറാണ് പൊട്ടാസ്യം പെർമാനേറ്റിൻ്റെ കളറ്. അതുകൊണ്ട് ഇറ്റ് ആക്ട് ആസ് എ സെൽഫ് ഇൻഡിക്കേറ്റർ. ദ എൻഡ് പോയിന്റ് ഈസ് റീച്ച്ഡ് ആഫ്റ്റർ ദ ബ്ലാസ്റ്റ് ഓഫ് ദ റിഡക്റ്റൻ ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് ദ ഫസ്റ്റ് ലാസ്റ്റിംഗ് തിങ് ഓഫ് പിങ്ക് കളർ അപ്പിയേഴ്സ് അറ്റ് ലോ കോൺസെൻട്രേഷൻ. പെർമനൻ്റ് ആയിട്ട് കാണപ്പെടുന്ന പോലെ പിങ്ക് കളർ, അതാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടൈട്രേഷൻ നടത്തുമ്പോൾ. ഇതൊക്കെ റിഡോക്സ് റിയാക്ഷൻ്റെ ബേസിസ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ഡൈക്രോമാറ്റിക് സോൾട്ട് ഉണ്ട് വിച്ച് ഇസ് നോട്ട് എ സെൽഫ് ഇൻഡിക്കേറ്റർ ബട്ട് ഓക്സിഡൈസ് ദ ഇൻഡിക്കേറ്റർ സബ്സ്റ്റൻസ് ഡൈഫീനൈലമീൻ ജസ്റ്റ് ആഫ്റ്റർ ദ ഇക്വലൻസ് പോയിന്റ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻറ്റൻസ് ബ്ലൂ കളർ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇവിടെ എല്ലാം റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നതെന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സ്ട്രെങ്ത് ഒക്കെ നമ്മുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ദി ഇലക്ട്രോകെമിക്കൽ സീരീസ് ഹെൽപ്പ് ടു പിക്ക് ഔട്ട് സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ച് നമുക്ക് ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന അയാളെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദോസ് വിച്ച് ആർ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. For example, a very high negative reduction potential of lithium electrode indicates that it is very difficult to reduce Li plus ions to lithium atom. Therefore, Li plus cannot accept electron easily and so loses electron to behave as a reducing agent. As the reduction potential increases, the tendency of the electrode to behave as a reducing agent decreases. All the substances appearing on the top of the series behave as a good reducing agent. For example, lithium and potassium are good reducing agents. While F-AU are the purest reducing agent. അന്നേരം നമുക്ക് ഫ്ലോറിന് നമുക്ക് ഏറ്റവും ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പറയാൻ പറ്റും. അതാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. സബ്സ്റ്റൻസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടേബിൾ ആക്ടിവിറ്റി സീരീസിന്റെ ബോട്ടത്തിൽ ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് they can be easily reduced. Therefore, they act as a strong oxidizing agent. എന്താണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്? ഇലക്ട്രോണെ സ്വീകരിക്കുന്ന ആളെയാണ് ഓക്സിഡൈസിങ് ഏജന്റ്. പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്.
From the table, we can conclude that H plus is a better oxidizing agent than zinc 2 plus. നമ്മൾ കണ്ടു H plus എന്ന് പറയുന്നത് സിങ്കിൻ്റെയും സ്ഥാനങ്ങൾ കണ്ടായിരുന്നു. അതുകൊണ്ട് H plus is the better oxidizing agent than zinc 2 plus. സ്വീകരിക്കാൻ മിടുക്കൻ H plus ആണ്. Cu2 plus is a better oxidizing agent than H plus. അതും നമ്മൾ കണ്ടു. ഹൈഡ്രജനും കോപ്പർ 2 plus കൊണ്ട് നോക്കുമ്പോൾ കോപ്പർ 2 plus ആണ് ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ഇലക്ട്രോണെ സ്വീകരിക്കാൻ. Iron is better oxidizing agent than chlorine and so on. All the substances appearing of the bottom of the table are good oxidizing agent. ഇനി ആക്ടിവിറ്റി സീരീസ് മുഖാന്തരം നമുക്ക് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ദ റിലേറ്റീവ് ഈസ് വിത്ത് വിച്ച് ദ വേരിയസ് സ്പീഷീസ് ഓഫ് മെറ്റൽസ് ആൻഡ് അയോൺസ് may be oxidized or reduced as indicated by the reduction potential values. The metals with a lower reduction potential are not reduced easily but are easily oxidized to their ions, losing electrons. നമുക്കിവിടെ കാണാൻ പറ്റും റെഫറൻസ്. ഇതാണ് ആക്ടിവിറ്റി സീരീസ്. മോർ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് നമ്മുടെ ഹൈഡ്രജൻ്റെ മുകളിലോട്ടുള്ളത്. മോർ നോബിൾ, അതായത് റിയാക്ടിവിറ്റി കുറവുള്ള ആൾക്കാരാണ് ഹൈഡ്രജൻ്റെ താഴോട്ടുള്ള റെഫറൻസ് ഇലക്ട്രോഡ് 0 താഴോട്ടുള്ളത്. ഇതെല്ലാം പോസിറ്റീവാണ്. മോർ ആക്റ്റീവ് എല്ലാം നെഗറ്റീവാണ്. കോപ്പർ ഈസ് ലൈ എബവ് സിൽവർ. കോപ്പർ ഇവിടെ നമ്മൾ കാണുന്നു കോപ്പർ. സിൽവർ ആണ് ഇതേ, സിൽവറിൻ്റെ മുകളിലാണ് കോപ്പർ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും in a electrochemical series, therefore copper metal is added to silver nitrate solution. Silver is displaced from the solution. Silver nitrate solution സിൽവറും കൂടെ കോപ്പറും കൂടെ വെക്കുകയാണെങ്കിൽ സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി കോപ്പറിന് സാധിക്കുന്നു. In general, a metal occupying higher position in the series can displace the metal lying below it from the solution. നമുക്ക് ഇവിടെ കോപ്പറിന് സിൽവറിൻ്റെ സൊല്യൂഷൻ, സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അയൺ ആണെങ്കിലും സിൽവറിൽ നിന്ന് നമുക്ക് സാധിക്കുന്നു. കാരണം മുകളിലുള്ള എലമെൻസിന് താഴെയുള്ള എലമെൻസിൻ്റെ സോൾട്ടിൽ നിന്ന് അതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് വരേണ്ടത്. A metal occupying higher position in the series can displace the metal lying below it from the solution. Thus, lithium is the most electropositive element in solution and fluorine is the most electronegative element. ഫ്ലൂറിനാണ് ഏറ്റവും ഇവിടെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. ലിഥിയം ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്. ലിഥിയം മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ്, ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റി സീരീസിലൂടെ നമുക്ക് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ പ്രിഡിക്റ്റിംഗ് ദ ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം ആസിഡ്സ് ബൈ മെറ്റൽസ്. ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓൾ മെറ്റൽസ് ഹാവിംഗ് നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഷോ ഗ്രേറ്റർ ടെൻഡൻസി ഓഫ് ലോസിങ് ഇലക്ട്രോൺസ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. ഹൈഡ്രജനേക്കാൾ ആക്ടിവിറ്റി കൂടുതലായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത്. So when such a metal is placed in an acid solution, the metal get oxidized and H plus ions get reduced from hydrogen gas. മോർ ആക്ടിവിറ്റി ഉള്ള മെറ്റൽസിനെ നമുക്ക് അതിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. Thus the metals having negative reduction potential values liberate hydrogen from acid. Okay, metal having negative electrode potential reduction potential value, for example metals such as magnesium. മഗ്നീഷ്യത്തിന് -2.37 വോൾട്ട് ആണ്. സിങ്ക് -0.76 ആണ്. ഇതെല്ലാം നമുക്ക് ആക്ടിവിറ്റി സീരീസിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ് വിച്ച് ആസ് HCl ആൻഡ് HSO4. നമുക്ക് ഹൈഡ്രജനേക്കാളും ആക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് അതിനെ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ആസിഡായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് HSO4 നിന്നൊക്കെ ഹൈഡ്രജനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഹൈഡ്രജൻ റെഫറൻസ് ഇലക്ട്രോഡായ ഹൈഡ്രജൻ്റെ താഴെ കിടക്കുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് കോപ്പർ. ഈ കോപ്പറൊക്കെ മെറ്റൽ സച്ച് ആസ് കോപ്പറിൻ്റെ ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് 0.34 വോൾട്ട്. സിൽവർ 0.80, അതെല്ലാം പോസിറ്റീവ് സൈനാണ്. ആൻഡ് ഗോൾഡ് +1.42 cannot displace hydrogen from acid because of their positive reduction potential value. ഇപ്പം നമ്മൾ പഠിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ അടങ്ങിയ ഗ്യാസിൽ നിന്ന് മിനറൽ ഗ്യാസിൽ നിന്ന് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മെറ്റൽസിനെ പറ്റിയാണ്. നെഗറ്റീവ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ ഉള്ളതിന് ഹൈഡ്രജനെ അതിൻ്റെ ആസിഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള കോപ്പറിനൊന്നും അത് സാധിക്കുന്നില്ല. കാരണം റിയാക്ടിവിറ്റി കൂടുതൽ നെഗറ്റീവായിട്ടുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് ഫീസിബിലിറ്റി ഓഫ് റിഡോക്സ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും.
From the E0 values of the two electrode, one can find out whether a given redox reaction is feasible or not. A redox reaction is feasible only if the species which has higher potential is reduced. Feasible ആണോ അല്ലയോ, that is accept the electron, and the species which has lower reduction potential is oxidized, that is loses electron. There are higher reduction potential ഉള്ള ആൾക്കാർ ആണ് റെഡ്യൂസ് ചെയ്യുന്നത്, ഓക്സിഡൈസ് ചെയ്യുന്നത് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതാണ് നമ്മൾ നെഗറ്റീവ് ചാർജ് ഉള്ളവയാണ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള സിങ്ക് ഒക്കെ ഓക്സിഡൈസ് ചെയ്യുന്നു, എന്നാൽ ഹയസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള കോപ്പർ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നു. ദി ഇലക്ട്രോകെമിക്കൽ സീരീസ് ഗീവ്സ് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ of different electrons on moving down the table. This means that the species which accept the electron must be lower in the electrochemical series as compared to the other which is to lose electrons. From the electrochemical series, E0 value of copper 0.34, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്, and silver plus 0.80. Since the reduction potential of silver is more than the copper, reduction potential of silver plus 0.80, copper 0.34, കൂടുതൽ ആരാണ്, സിൽവർ ആണ്. This means that silver has greater tendency to get reduced in comparison to copper. ഇലക്ട്രോണെ സ്വീകരിക്കാനുള്ള കഴിവുള്ളയാൾ സിൽവർ ആണ് കോപ്പറിനെ അപേക്ഷിച്ച്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണെ സ്വീകരിക്കാനുള്ള കഴിവ് കൂടുന്നു. The reduction potential of copper is less than that of silver. This means that copper will be oxidized or will go into solution as ions in comparison of silver. Okay, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക, അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.